നമസ്കാരം. ഇന്നൊരു ജാതിപ്പേര് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആ ജാതിപ്പേര് തരകൻ എന്നാണ്. ഹിന്ദുമതത്തിലെ ഒരു ജാതിപ്പേരാണ് തരകൻ. തരകം എന്നാൽ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്നാണ് അർത്ഥം. വലിയ കച്ചവടത്തിലെ ഏജൻറ്റന്മാരാണ് തരകന്മാർ. ഇവർ സമ്പന്നരായ വർത്തകരായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ തരകൻ എന്നത് ജാതിപ്പേരിനു പകരം ഒരു സ്ഥാനപ്പേരാക്കി മാറ്റി. ജനങ്ങളിൽ നിന്നും കരം പിരിച്ച് ഖജനാവിൽ ഏൽപ്പിക്കുന്ന അധികാരമുള്ള ആളിന് തരകൻ സ്ഥാനം നൽകി. കുതിരപ്പുറത്ത് ആയുധമേന്തി സഞ്ചരിക്കുവാനും കരം ഈടാക്കുന്നതിനും വേണ്ടി ഇവരെ ഉപയോഗിച്ചു. വേണ്ടി വന്നാൽ ബലം പ്രയോഗിക്കാനും തരകന് അധികാരം ഉണ്ടായിരുന്നു. ബാലരാമവർമ്മ രാജാവിൻ്റെ കാലത്ത് അത്യധികം ശോഷിച്ചു പോയിരുന്ന ഖജനാവിലേക്ക് പണം സംഭാവന ചെയ്തവരിൽ ചിലർക്ക് രാജാവ് കൽപ്പിച്ചു തരകൻ സ്ഥാനം നൽകി. അങ്ങനെ ക്രിസ്ത്യാനികളിലും തരകന്മാരുണ്ടായി. തരകന്മാർ കുലീനരും പ്രതാപശാലികളുമായിരുന്നു. ജന്മിത്തം തകർന്നതോടെ പഴയ സ്ഥാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതായി. തരകന്മാരിൽ ഏറ്റവും പ്രശസ്തി നേടിയത് പാറായി തരകന്മാർ തന്നെ. വർത്തക പ്രമുഖനായ തച്ചിൽ മാത്യു തരകൻ വിവാദ പുരുഷനായി തീർന്നു. പഴയ കൂറ്റുകാരുടെ വശത്ത് നിന്നുകൊണ്ട് ഇദ്ദേഹം പുതിയ കൂറ്റുകാരെ പീഡിപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. വേലുത്തമ്പി മാത്യു തരകനെ ശിക്ഷിക്കുകയും ചെയ്തു. പുത്തൻകാവ് പള്ളി പണിയുന്നതിന് 6-ാം മാർത്തോമായിക്ക് മാത്യു തരകൻ പണം കടം കൊടുത്തിരുന്നു. ഇത് 2 മതഭാഗത്തിലെ തരകന്മാരെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണിത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.